സ്വഹാബത്തിനെ കുറിച്ചാണ്. സ്വഹാബ ചരിത്രം. ഏതാനും നിമിഷം നിങ്ങളോട് കുറച്ച് ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമുക്കറിയാം, ഇസ്ലാം ലോകത്ത് ഏതേതു കാലത്തും ഇസ്ലാം വളരുകയും വികസിക്കുകയും ചെയ്യുന്ന സത്യമാക്കപ്പെട്ട സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എല്ലാവരും ഇസ്ലാമിനെ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഇസ്ലാമിൻ്റെ തണലും തണുപ്പും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ലോകം മുഴുവൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഒരു ഭൗതികവാദം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരീശ്വരവാദികളും നിർമ്മതവാദികളും ലിബറൽ വാദികളും അതുപോലെ തന്നെ നവഫാസിസ്റ്റുകളും നവലിബറൽ വാദികളുമൊക്കെ ഇസ്ലാം മത വിമർശകരും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മളിപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ ഇസ്ലാം അനുധാവനം ചെയ്ത സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ വീണ്ടും അയവിറക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഒരു സ്വഹാബിയുടെ ചരിത്രം എടുത്ത് വായിച്ചാൽ നമ്മുടെ ജീവിതം ഒന്നുമല്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഒരൊറ്റ സ്വഹാബിയുടെ ജീവിതം മുഴുവനായി വായിച്ചാൽ ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ ക്യാമ്പ് നടത്തിയല്ലോ, നമ്മൾ കുറേ സമ്മേളനം നടത്തിയല്ലോ, ദഅ്വാ രംഗത്ത് എൻ്റെ മുഴുവൻ സമയവും ഞാൻ മാറ്റിവെച്ചല്ലോ. പക്ഷേ നമ്മുടെ ജീവിതം ഒരു തുലാസിലും ഒരു സ്വഹാബിയുടെ ജീവിതം വേറൊരു തുലാസിലും നമ്മൾ മാറ്റിവെച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് കനം കുറഞ്ഞു തന്നെ നിൽക്കുമെന്നത്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ളത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 3 പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഈ 3 പ്രധാനപ്പെട്ട ഗുണങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ അവൻ തഖ്വയുള്ള ഒരാളായിരിക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ ഖവിയ്യ് എന്ന അറബി പദത്തിൽ നിന്നാണ് തഖ്വ ഉണ്ടാകുന്നത്. ഖവിയ്യ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കരുത്താണ്. മനസ്സിൻ്റെ കരുത്ത്, തിന്മയിലേക്ക് പോകാത്ത മനസ്സ്, നന്മയിലേക്ക് എടുത്തു ചാടാനുള്ള മനസ്സ്, അധർമ്മത്തിലേക്ക് കാലുകുത്താതിരിക്കാനുള്ള മനസ്സ്, ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള മനസ്സ്. കണ്ണും ശരീരവും നമ്മൾ സഞ്ചരിക്കുന്ന മേഖലകളുമൊക്കെ അള്ളാഹു കാണുന്നു. അതുകൊണ്ട് സംരക്ഷിതമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി ജീവിക്കണമെന്ന താല്പര്യത്തിനാണ് കവിയ്യ് എന്ന് അറബിയിൽ പറയാം. ആ കവിയ്യ് എന്ന വാക്കിൽ നിന്നാണ് തഖ്വ ഉണ്ടാകുന്നത്. ഒരു വിശ്വാസി തഖ്വയുള്ള ആളായിരിക്കും. മാത്രമല്ല 3 പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാവും. ഒന്ന് ഇൽമ്, അറിവാണത്. മറ്റൊന്ന് ദഅവത്ത്, ആ അറിവിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. 3 ജിഹാദ്. ഈ 3ഉം അടിയുറച്ചു നിൽക്കുന്ന ഒരാളാണോ ഞാനും നിങ്ങളും? നമ്മൾ ഈ റമദാനിൽ ആലോചിക്കേണ്ട കാര്യമാണത്. ഒന്ന് ഇൽമാണ്, അറിവിന് വേണ്ടി നിരന്തരമായി പരിശ്രമിക്കാം. ഇസ്ലാം വായിച്ചിട്ട് ഒരാൾക്ക് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയില്ല. ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുർആൻ നമ്മളോട് ഇഖ്റ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, നിങ്ങൾ വായിക്കണം. പക്ഷേ നിങ്ങൾ വായിച്ച് അവസാനിപ്പിക്കണമെന്ന് എവിടെയുമില്ല. നിങ്ങൾ ഖുർആൻ ഓതി തീർത്ത് നിങ്ങളുടെ ഇസ്ലാമിക പഠനം അവിടെ അവസാനിച്ചു എന്ന് ഖുർആനിൽ കാണാൻ കഴിയില്ല. അത് ചരിത്രം, സഹാബത്തിൻ്റെ, താബികളുടെ, തബഉ താബികളുടെ ചരിത്രം ചേർത്ത് വായിച്ചാൽ ഏത് കാലത്തേക്കും വിജ്ഞാന സമ്പുഷ്ടമായ വിഭവമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം AI-യുടെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ദുബായിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാറ് വന്നു. നിർമ്മിത ബുദ്ധി കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള കാറ് വരികയാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലും വരാനിരിക്കുകയാണത്. അബുദാബിയിൽ നിന്ന് ഒരാൾ അബുദാബി ഇസ്ലാമിക് സെൻറ്ററിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അയാൾ കാറിൽ കയറി ഇരുന്നാൽ ഈ കാറ് തന്നെ ഡ്രൈവ് ചെയ്യും, ഈ കാറ് തന്നെ സൈഡ് കൊടുക്കും, ഈ കാർ തന്നെ ഓവർടേക്ക് ചെയ്യും. എന്നിട്ട് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാറ് നിർത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ഡ്രൈവ് ചെയ്യുന്ന ആൾ ഉറങ്ങിപ്പോയാൽ ഈ കാറ് വിളിച്ചു നിർത്തും. ഹേയ് മാൻ, ഗെറ്റപ്പ്, നീക്ക് മോനെ, നീ ഉറങ്ങുകയാണെന്ന് പറയും.
ഇനി നീച്ചിട്ടില്ലെങ്കിൽ ഈ കാറ് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിൽ കോൾ വരുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അയാൾ ഡ്രൈവ് ചെയ്യുന്ന ആൾ വളരെ പെട്ടെന്ന് എഴുന്നേൽക്കും. AI നിർമ്മിത ബുദ്ധിയാണ്. 1997 ഗാരി കാസ്പറോവ് എന്ന് പറയുന്ന ലോകത്തെ അറിയപ്പെടുന്ന ചെസ് ചാമ്പ്യൻ, അദ്ദേഹം ഒരു AI കമ്പ്യൂട്ടറുമായിട്ട് ചെസ്സ് കളിക്കുകയാണ്. ഒരു ഭാഗത്ത് ഗാരി കാസ്പറോവ് ഇരിക്കുന്നുണ്ട്, വേറൊരു ഭാഗത്ത് ഒരു IBM കമ്പ്യൂട്ടർ, അതിൻ്റെ പേര് ഡീപ് ബ്ലൂ എന്നാണ്. ഡീപ് ബ്ലൂ കമ്പ്യൂട്ടർ ഒരു ഭാഗത്തും ഗാരി കാസ്പറോവ് വേറൊരു ഭാഗത്തും ഇരുന്നിട്ട് പരസ്പരം ചെസ്സ് കളിച്ചു. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, കളി അവസാനിച്ചപ്പോൾ ലോകത്ത് അതുവരെ തോൽക്കാത്ത ഗാരി കാസ്പറോവ് തോറ്റു. അവിടെ ജയിച്ചത് ഡീപ് ബ്ലൂ എന്ന് പറയുന്ന IBM AI കമ്പ്യൂട്ടറാണ്. അന്ന് ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ ജയിച്ചത്? അപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, അത് AI കമ്പ്യൂട്ടറാണ് എന്ന്. 1997 AI കമ്പ്യൂട്ടർ ചെസ്സ് കളിക്കാൻ ഇറങ്ങിയെങ്കിൽ 2023-24 അബുദാബിയിൽ AI കാറും ഖത്തറിൽ AI ബസ്സും അബുദാബിയിലെ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിച്ചുകൊണ്ടിരിക്കുന്ന റോബോട്ടിക്സും റോബോട്ടുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കാം. ഒരു AI നമുക്ക് പറഞ്ഞു തരും, ഒരു AI റോബോട്ട് നമുക്ക് പറഞ്ഞു തരും 30 വയസ്സായപ്പോൾ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചെലവഴിച്ചു എന്ന്, എത്ര അധ്വാനം ചെലവഴിച്ചു എന്ന് പറഞ്ഞു തരും. പക്ഷെ ഉമ്മയെ സ്നേഹിക്കണമെന്ന് ഒരു AIയും പറഞ്ഞു തരില്ല. നിങ്ങളുടെ ഉപ്പ നിങ്ങൾക്ക് വേണ്ടി എത്ര ഭാരമെടുത്തു, എത്ര വെയിറ്റ് എടുത്തു, എത്ര പണം ചെലവഴിച്ചു എന്ന് AI പറഞ്ഞു തരും. പക്ഷേ നിങ്ങളുടെ ഉപ്പയെ സ്നേഹിക്കണമെന്ന് ഒരു അറിയിപ്പുണ്ട്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള കിഡ് സ്റ്റേഷൻ പ്രോഗ്രാം താഴെ നടക്കുന്നുണ്ട്. അപ്പോൾ 12 വയസ്സ് താഴെയുള്ള കുട്ടികളെ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എത്തിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അപ്പം അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലോട് പറഞ്ഞു, കോഴിക്കോട് പോയ പ്രോഗ്രാമുകളൊക്കെ കുറേ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസ് ഫോണിലുണ്ട്. അപ്പോൾ അത് 13,000 ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ കോഴിക്കോട് മാത്രം പങ്കെടുത്ത പ്രോഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പ്രിൻസിപ്പൾ ചോദിച്ചു, ഏതാണ് ഫോൺ? ഞാൻ പറഞ്ഞു, ഇന്ന ഫോണാണ്. എന്നാൽ ഗാലറിയിൽ കയറിയിട്ട് കാലിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഗാലറി എടുത്തിട്ട് അതിൽ കാലിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ 616 ഫോട്ടോസ് മാത്രം വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഫോണിൽ AI ഉണ്ട്, അതുകൊണ്ട് 13,000 ഫോട്ടോയിൽ നിന്ന് 600 ഫോട്ടോ AI നമുക്ക് എന്ത് ചെയ്യും, എടുത്തു തരും എന്നാണ്. ഇനി അടുത്ത വർഷമൊക്കെ ക്ലാസ്സിൽ പോകുന്ന അധ്യാപകർ എത്ര ശതമാനം സിലബസ് പഠിപ്പിച്ചു എന്ന് AIക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, AI ഇനി വന്നൂടെ, എല്ലാ സ്ഥലത്തും AI വന്നാൽ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇതൊക്കെ ലോകത്ത് സംഭവിച്ചാലും മനുഷ്യന് തുല്യം വേറെ ഒരു മനുഷ്യനുണ്ടാക്കാൻ AIയെ കൊണ്ട് കഴിയില്ല. ഖുർആനിലെ ഒരു ആയത്തിൻ്റെ ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്, കുലൂബുൻ ലാ യഫ്ഖഹൂൻ, നിങ്ങൾ മനസ്സുകൊണ്ട് വിലയിരുത്തണം എന്നാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് വിലയിരുത്തി നോക്കൂ. ഉമ്മയെ നിങ്ങൾ മനസ്സുകൊണ്ട് വിലയിരുത്തിയാൽ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും, നമ്മൾ ചിലപ്പം പ്രയാസപ്പെടും, നമ്മൾ ചിലപ്പം കണ്ണീരണിയും. എന്താണ് കാരണം? മനസ്സുകൊണ്ടാണ് ഉമ്മയെ വിലയിരുത്തുന്നത്. ഉപ്പയെ നമ്മൾ വിലയിരുത്തി നോക്കൂ മനസ്സുകൊണ്ട്, അപ്പോൾ നമുക്ക് ഉപ്പ ആരാണ് എന്ന് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഫലസ്തീനിലെ ഒരു കുട്ടി തൻ്റെ വയറിലൊരു കല്ല് കയറ്റി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വയറിൽ കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. അലൻ കുർദിൻ്റെ ഒരു ഫോട്ടോ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ഒരു കടൽ തീരത്ത് വന്നണഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ. കടലിൽ മരിച്ചിട്ട് ആ കുഞ്ഞ് ഒഴുകി ഒഴുകി തീരത്ത് വന്നതാണ്. എന്നാൽ അതിഭീകരമാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, എത്ര നമ്മൾ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനങ്ങൾ വളർന്നാലും ഉറപ്പാണ്, വിശുദ്ധ ഖുർആൻ മുൻനിർത്തി ഒരു വിശ്വാസി ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഖുർആൻ മതി എന്നാണ്. ഹസ്ബുനൽ ഖുർആൻ, എനിക്ക് ഖുർആൻ മതി എന്ന് പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. എനിക്ക് ഖുർആൻ മതി. സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ ഈ 3 മൂല്യങ്ങൾ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഒന്ന് ഇൽമ്, അറിവ് നേടാനുള്ളത്. അറിവ് നേടിയാലേ ഒരാൾ സ്വഹാബിയേ ഉള്ളൂ. അറിവ് നേടുക എന്ന് പറഞ്ഞാൽ അത് സ്വഹാബത്തിൻ്റെ സുഹ്ബത്തിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിൻ്റെ അറിവ് ശേഖരിക്കുക.
എത്രത്തോളം അറിവ് ശേഖരിക്കാൻ പറ്റുമോ അത്രത്തോളം ശേഖരിക്കുക. അതിലേറ്റവും പ്രധാനം അവർ വിശുദ്ധ ഖുർആൻ അവർ പഠിച്ചിരുന്നുവെന്നാണ്. 10 ആയാത്തി 10 ആയത്ത് അവർ പഠിക്കും. ആദ്യം അത് മനപ്പാടമാക്കും, ഉരുവിട്ട് പഠിക്കും. എന്നിട്ട് ആ 10 ആയത്തിൽ ഏതൊക്കെ ആയത്താണോ ജീവിതത്തിൽ പകർത്താനുള്ളത് അതവർ പകർത്തും. എന്നിട്ടാണ് അടുത്ത 10ലേക്ക് അവർ പോവുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്ര മാതൃകാധന്യമായ ഒരു സമൂഹം പ്രവാചക ജീവിതത്തിന് ശേഷം ലോകം കണ്ടിട്ടില്ല. കാരണം അവരുടെ നായകൻ ആരാണ്? അവരുടെ നായകൻ പ്രവാചകനാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. അതിങ്ങനെ കണ്ട് ശീലിച്ചവരാണവർ. ആരാണ് പ്രവാചകൻ? അനാഥനായി പിറന്ന് ദരിദ്രനായി വളർന്ന് ആടുകളെ മേച്ചു നടന്നിരുന്ന ഒരാൾ. അനാഥനായി പിറന്നു, ദരിദ്രനായി വളർന്നു, ആടുകളെ മേച്ചു നടന്നു. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം വളരെ ചുരുങ്ങിയത്, അതിൽ ഒരാളത് മാത്രം കുറച്ചു കാലം മാത്രം ആസ്വദിക്കാൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട പ്രവാചകൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മക്കയിൽ ജനിച്ച് ത്വായിഫിലേക്ക് പോകുമ്പോൾ കല്ലേറ് ഏറ്റുവാങ്ങി എത്ര വലിയ ത്യാഗത്തിലൂടെ ആ പ്രവാചകൻ കടന്നുപോയത്. നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ ഇവിടെ അന്തരീക്ഷത്തെ വിറപ്പിക്കുന്ന മൈക്കുണ്ട്, ഇവിടെ ഈ അന്തരീക്ഷം പ്രഭാപൂരിതമാക്കുന്ന വെളിച്ചമുണ്ട്. എന്നാൽ പ്രവാചകൻ ജീവിച്ച കാലത്ത് അതൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രബോധനത്തിൻ്റെ വഴിത്താരയിൽ പ്രവാചകന് എന്താണ് ഈ ലോകത്ത് സുഖമെന്ന് പറയാനുണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രവാചകന്റെ വീട്ടിൽ 16 വസ്തുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 16 വസ്തുക്കൾ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നമാ അന ബുഇസ്തു മുഅല്ലിമ, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരു അധ്യാപകനായിട്ടാണ്, ഒരു പണക്കാരനായിട്ടല്ല, ഒരു വ്യവസായി ആയിട്ടല്ല, ഒരു വലിയ അന്ധവിശ്വാസത്തിൻ്റെ നേതാവായിട്ടല്ല, മറിച്ച് ഞാൻ കേവലം ഒരു അധ്യാപകൻ. ഞാൻ നിങ്ങൾക്ക് ആശയങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രബോധനം പ്രവാചകൻ തുടങ്ങുന്ന കാലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകന്റെ നുബുവത്ത് മുതൽ ഹിജ്റ വരെയുള്ള ഇറങ്ങിയ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അധികവും പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ ഈ ആദർശം പ്രവാചകൻ ശക്തമായി പറഞ്ഞു. പ്രവാചകൻ നടന്നു പോകുമ്പോൾ ആളുകൾ പറഞ്ഞു വ്യാജനാണ്, പൊട്ടനാണ്, കവിയാണ്. ഒരാളെ ദുർബലപ്പെടുത്താൻ എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ പ്രവാചകനെതിരെ പറഞ്ഞു. പക്ഷെ പ്രവാചകൻ പിടിച്ചു നിൽക്കുക. അതിനാണ് ആദർശത്തിൻ്റെ കരുത്ത് എന്ന് പറയാം. ആദർശത്തിൻ്റെ കരുത്ത്. ഇബ്രാഹിം പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇബ്രാഹിം പ്രവാചകന്റെ മില്ലത്ത് മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ്. വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ്. അപ്പോൾ പ്രവാചകൻ അങ്ങനെ ജീവിതത്തിൽ ധാരാളക്കണക്കിന് പ്രയാസങ്ങളിലൂടെ പ്രവാചകൻ കടന്നു പോവാണ്. സൗർ ഗുഹയിൽ അകപ്പെട്ടു പ്രവാചകൻ. ഗുഹയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വളരെ എളുപ്പമാണ്, നമ്മൾ ആലോചനയിലേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. സൗർ ഗുഹ ഹിറാ ഗുഹ മാതിരിയല്ല. ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്, കയറിയിട്ട് പോകണം, പോയ ആളുകൾക്കൊക്കെ അറിയാം. സൗർ ഗുഹ എന്ന് പറഞ്ഞാൽ താഴേക്കാണ്, മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഗുഹയാണ് സൗർ ഗുഹ. അവിടെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അകപ്പെട്ടു. അപ്പോൾ ശത്രുക്കളുടെ വരവ് നമ്മൾ രാത്രി നിലത്ത് ചെവി വെച്ച് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നടന്നു വരുന്നുണ്ട് എങ്കിൽ അവരുടെ കാൽപാദത്തിൻ്റെ ശബ്ദം നമ്മളിങ്ങനെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. സൗർ ഗുഹയുടെ ആ കല്ലിൻ്റെ അറ്റത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ചെവി ഇങ്ങനെ വെച്ച് നിൽക്കുമ്പോൾ ശത്രുക്കളുടെ കാൽപാദത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകനോട് ചോദിക്കാൻ അല്ലാഹുവിൻ്റെ റസൂലേ, നമ്മൾ മരണപ്പെടുവോ? നമ്മൾ അപകടത്തിലാവുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ടാളും മാത്രമാണോ ഉള്ളത്? ഈ ഗുഹയ്ക്കകത്ത് നമ്മൾ രണ്ടാളും മാത്രമാണോ ഉള്ളത്? അല്ല, വല്ലാഹു സാലിസുഹുമാ, ഖുർആൻ പറഞ്ഞതാണത്. വല്ലാഹു സാലിസുഹുമാ, നമ്മുടെ കൂടെ മൂന്നാമതായി അള്ളാഹു ഉണ്ട് എന്നാണ്. അപ്പൊ അടിയുറച്ച വിശ്വാസം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രബോധനത്തിന്റെ വഴിത്താരയിൽ ത്യാഗനിർഭരമായ സമരമുഖങ്ങൾ നേരിട്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം അതിൻ്റെ യാത്ര മുന്നോട്ട് പോയത്. പ്രവാചകൻ പട്ടിണി കിടന്നു, ത്യാഗം സഹിച്ചു, നാട് വിട്ടു പോകേണ്ടി വന്നു. ഒരാൾ നാട് വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ, ഒരാൾ എന്നോടൊരു സുഹൃത്ത് ഹോസ്പിറ്റലിൽ കിടന്നൊരു സുഹൃത്തിനോട് പറഞ്ഞു, 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ എൻ്റെ വീടിൻ്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. വേറെ ആൾ പറഞ്ഞു, ഞാൻ വിദേശത്തേക്ക് യാത്ര പോവാണ്, അവിടെ ഓഫീസ് AC ആണ്, കാർ AC ആണ്, നല്ല ശമ്പളമാണ്, പക്ഷേ ഉമ്മയുടെ ആ മണം,
ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ആ സ്നേഹം, ആ തണലും തണുപ്പും തലോടലും, അത് വിട്ടത് പറിച്ച് നമ്മൾ യാത്ര പോകുമ്പോൾ തൊണ്ടയിലൊരു കനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ ലാ ഇലാഹ ഇല്ല പറഞ്ഞതിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പ്രവാചകൻ പോകുമ്പോൾ പ്രവാചകൻ കഅബാലയത്തിന് അഭിമുഖമായി വന്ന് നിന്ന് പ്രവാചകൻ കരയാണ്. ഒരു ബിൽഡിങ്ങിനെ നോക്കിയിട്ട് പ്രവാചകൻ കരയാണ്. ബിൽഡിങ്ങിനെ നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര ആത്മബന്ധമുണ്ട്. ഹൃദയ വൈകാരികത കൊണ്ട്, തൻ്റെ നമസ്കാരങ്ങൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് സമ്പന്നമായ കഅബാലയത്തെ നോക്കിയിട്ട് പ്രവാചകൻ കരഞ്ഞിട്ടാണ് പറയുന്നത്, ഞാൻ പോവാണ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് നിന്നെ വിട്ടുകൊണ്ട് ഞാൻ പോവാണെന്ന് പ്രവാചകൻ പറയാണ്. എന്നിട്ട് പ്രവാചകൻ നാട് വിട്ടു പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പ്രവാചകൻ്റെ ഭക്ഷണം. പ്രവാചകൻ ശഅബു അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ 3 മാസത്തിലധികം താമസിച്ചു. എത്രയോ മാസം പ്രവാചകൻ അവിടെ താമസിക്കുകയാണ്. മലഞ്ചെരുവിൽ താമസിക്കുക. പരിശുദ്ധ ഹറം ഷരീഫ്, പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ നടന്ന സ്ഥലങ്ങൾ, താമസിച്ച സ്ഥലങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതിൽ ശഅബു അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ പ്രവാചകൻ താമസിക്കും. രാവിലെ പ്രവാചകൻ എഴുന്നേൽക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണമില്ല. അപ്പോൾ എന്താ പ്രവാചകന്റെ ഭക്ഷണം? നമ്മളെത്ര സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചവരാ, നമ്മളെത്ര സുഭിക്ഷമായിട്ട് കിടന്നുറങ്ങിയവരാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര സുഭിക്ഷമായിട്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ ശഅബു അബി ത്വാലിബിലൂടെ നടന്നു പോകും. ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ പ്രവാചകന്റെ തലയിണ കല്ലാണ്. ഉയർന്ന കല്ലുള്ള ഭാഗത്ത് തല അമർത്തി വെച്ചുകൊണ്ടാണ് പ്രവാചകൻ കിടക്കുക. അങ്ങനെ പ്രവാചകൻ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണത്തിന് വേണ്ടി ഓടുമ്പോൾ പ്രവാചകൻ കാണുന്നത് ഒരു വെള്ളമില്ല, ഒരല്പം വെള്ളമില്ല കുടിക്കാൻ. പ്രവാചകൻ കാണുന്നത് ചെറിയ ചെടികൾ. അറേബ്യയിൽ കാറ്റടിച്ച് 2 കൈകൾ ഇങ്ങനെ ചേർത്തു വെച്ചാൽ ആ കൈക്കുമ്പിളിൽ വന്നിരിക്കാൻ കുറച്ച് മണ്ണുണ്ട് എങ്കിൽ ആ മണ്ണിൽ മുളച്ചു പൊന്തിയ ഇലകൾ, ആ മണ്ണിൽ മുളച്ചു പൊന്തിയ ചെടികൾ, അതായിരുന്നു പ്രവാചകന്റെ ഭക്ഷണം. അത് കഴിച്ചുകൊണ്ട് പ്രവാചകൻ മാസങ്ങളോളം ജീവിച്ചു എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ചരിത്രം നമ്മൾ അയവിറക്കിയാൽ നമ്മൾ ആദർശത്തിൻ്റെ പ്രബോധന പാതയിൽ നിന്ന് ഒരടി പിറകോട്ട് പോവില്ല. അത്ര ത്യാഗം സഹിച്ചിട്ടുണ്ട് പ്രവാചകൻ. മക്കളെ കാണാതെ, കുടുംബത്തെ കാണാതെ പ്രയാസപ്പെട്ട് യാത്ര ചെയ്ത്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത്, ജൂതനായ ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടിയാണ് പ്രവാചകന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴി കാണിച്ചു കൊടുക്കുക. എല്ലാവരുടെ മുമ്പിലും പുഞ്ചിരിച്ചു. പ്രവാചകന്റെ പല്ല് പൊട്ടി, നെറ്റിയിൽ മുറിവേറ്റു. എല്ലാ ത്യാഗവും സഹിച്ചു പ്രവാചകൻ. നമ്മൾ പറയാറുണ്ടല്ലോ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹുവിൻ്റെ ഈ ആദർശപാതയിൽ അടിയുറച്ചു നിന്നാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്നാണ്. അള്ളാഹുവിൻ്റെ സഹായം പ്രവാചകന് എത്ര സ്ഥലങ്ങളുണ്ടായി. പ്രവാചകനെ കൊല്ലാൻ ആളുകൾ വന്നില്ലേ? പ്രവാചകൻ രക്ഷപ്പെട്ടില്ലേ? ഇബ്രാഹിം പ്രവാചകൻ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടില്ലേ? ഇബ്രാഹിം പ്രവാചകൻ രക്ഷപ്പെട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവാചകൻ ജീവിക്കുകയാണ്. ഒരിക്കൽ പ്രവാചകൻ ഒരു മരണവാർത്ത കേട്ടു. ഒരു മരണവാർത്ത. ആരാണത്? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ പ്രവാചകന്റെ മനസ്സിലേക്ക് ഒരു ചിത്രം കടന്നു വരികയാണ്. ഏതാണ് ആ ചിത്രം? ഇപ്പം എനിക്കും നിങ്ങൾക്കും എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു, എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം ഉണ്ടാവും. ഏതാണ് ആ ചിത്രം? നമ്മൾ അദ്ദേഹത്തെ ആദ്യം കണ്ട ചിത്രമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹവുമായി ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവങ്ങളായിരിക്കും, അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തതായിരിക്കും. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞു. മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് പ്രവാചകൻ വളരെ വേഗത്തിൽ ചെല്ലുകയാണ്. വേഗത്തിൽ ചെന്നപ്പോൾ മയ്യത്ത് അവിടെ കിടക്കുന്നുണ്ട്. പ്രവാചകൻ ആ മയ്യത്തിലേക്ക് നോക്കിയിട്ട് പ്രവാചകന്റെ കണ്ണുകൾ കലങ്ങി. എന്താ കാരണം? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പുതപ്പിച്ചപ്പോൾ തലഭാഗത്ത് മാത്രമാണ് മുണ്ടുള്ളത്, അല്ലെങ്കിൽ വസ്ത്രമുള്ളത്. കാൽ ഭാഗത്ത് പുല്ലുകൾ കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ പറയാണ്, മിസ്അബേ ലഖദ് റഅയ്തുക ബിമക്ക വമാ ബിഹാ അറഖുല്ല. മിസ്അബേ, നിന്നെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ സംസാരം അങ്ങനെ നീണ്ടുപോവാണ്. മിസ്അബേ, നിന്നെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. നീ ധരിച്ച വസ്ത്രം, വമാ ബിഹാ അറഖുല്ല, നീ ധരിച്ച വസ്ത്രം അല്ലേ? അറേബ്യയിലൂടെ, മക്കയിലൂടെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വരും. അറബികളുടെ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും വലിയ, മനുഷ്യരുടെ ഉള്ളിലേക്ക് ആ സുഗന്ധത്തിൻ്റെ ആ വാസന ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അറബികൾ ഒരുമിച്ച് കൂടുമെന്നാണ്. അങ്ങനെ ധനികരിൽ ധനികനായ ഖനിയായ
അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച മിസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ജടകെട്ടിയ മുടിയുമായിട്ട് മയ്യത്ത് ഇങ്ങനെ കിടക്കുന്നത് കാണാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം എന്താണത്? മിസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന് മാസങ്ങൾ കഴിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അദ്ദേഹം ദീനിന് വേണ്ടി കൊടുക്കുകയാണ്. എല്ലാം ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാം സമർപ്പിക്കുകയാണ്. എന്താണോ കയ്യിലുള്ളത് അത് കൊടുക്കുകയാണ്. ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഞെരുക്കമുള്ളവരാവാം, നിങ്ങൾ പ്രയാസമുള്ളവരാവാം, നിങ്ങൾ സങ്കടമുള്ളവരാവാം, നിങ്ങൾക്ക് സമ്പത്തുള്ളവരാകാം, പക്ഷേ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെടണം എന്നാണ്. ഇൻഫിറൂ ഖിഫാഫൻ വസികാല വജാഹിദൂ ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാ വലാ യുൻഫിഖൂന നഫഖ സഗീറതൻ വലാ കബീറ വലാ യഖ്തഊന വാദിയ. അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ ഞെരുക്കമുള്ളവരാവാം. ചിലപ്പോൾ ചില ആളുകൾക്ക് വീട്ടിൽ ഓട് വീടായിരിക്കും, ഓലമേഞ്ഞ വീടായിരിക്കും, പൈസ ഒന്നും കയ്യിലുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് രംഗത്തിറങ്ങാൻ അവസരം കിട്ടിയാൽ നമ്മൾ ചാടിയിറങ്ങണം. ചില ആളുകൾ ധാരാളം പണമുള്ള ആളുകളായിരിക്കും, ധാരാളം സമ്പത്തുള്ള ആളുകളായിരിക്കും, പക്ഷേ ഉത്തരവാദിത്തം ഒന്നാണ്. പണമുള്ളവനും പണമില്ലാത്തവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ഉത്തരവാദിത്തം ഒന്നാണ്. അതുകൊണ്ട് ധൈര്യസമേതം നമ്മൾ ഇറങ്ങി വരണം. അള്ളാഹു പറഞ്ഞില്ലേ, ഇല്ലാ കുത്തിബലഹും ബിഹി അമലുൻ സ്വാലിഹ്, നിങ്ങൾ ചെയ്തു വെക്കുന്ന പ്രവർത്തനങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ അത് ഞാൻ രേഖപ്പെടുത്തുന്നു എന്നാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ചെറുതാണോ വലുതാണോ നമുക്കറിയോ? അത് അള്ളാഹു രേഖപ്പെടുത്തുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ അടുത്ത് കുറച്ച് കുട്ടികൾ അവർ ഒരു ബക്കറ്റ് പിടിച്ചിട്ട് റമദാൻ്റെ സമയത്ത് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ അവിടെ കുട്ടികൾ ഇങ്ങനെ ബക്കറ്റ് പിരിവ് നടത്തുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം? ആ ബക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ കിഡ്നി പേഷ്യൻ്റാണ്, ആ കൂട്ടുകാരന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ കൂട്ടുകാരന് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നോമ്പെടുത്തിട്ട് കോഴിക്കോട് 2:30 മണിക്കെന്ന് പറഞ്ഞാൽ സൂര്യൻ അതിൻ്റെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന വെയിലിങ്ങനെ അടിച്ച് മനുഷ്യൻ്റെ തലവേദനിക്കുന്ന ഒരു സമയത്ത് അവരെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ട് അവർ റോട്ടിലേക്ക് ഇറങ്ങാണ്, തെരുവിലേക്ക് ഇറങ്ങാണ്. പ്രിയപ്പെട്ടവരെ, എന്താ അതിൻ്റെ കാരണം? ആ സുഹൃത്തിന് ഇനിയും ജീവൻ നിലനിർത്തണം, അവനൊരു കുടുംബമുണ്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്നാൽ സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ സഹായിക്കാൻ ആരുമില്ല, പണം കൊടുക്കാൻ ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടെ നിന്നാൽ അവർക്ക് എന്താണ് കിട്ടുക? പ്രവാചകൻ ശഅബ് അബീ ത്വാലിബിൽ കിടന്നുറങ്ങും രാത്രി, പ്രവാചകൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കും. ചരിത്ര പുസ്തകത്തിൽ നമ്മളോട് ആവർത്തിച്ച് പറയാണ്, പ്രവാചകൻ ശഅബ് അബീ ത്വാലിബിൽ കിടന്നുറങ്ങിയിട്ട് ഇടതും വലതിലേക്കും നോക്കുമ്പോൾ കുറേ ആളുകൾ അപ്പുറത്തും കുറേ ആളുകൾ ഇപ്പുറത്തും കിടക്കുന്നുണ്ടാവും. അതിൽ പ്രവാചകൻ എണ്ണി നോക്കുമ്പോൾ ചില ആളുകൾക്ക് വീടെന്നില്ല, പള്ളിയിൽ പാർക്കുന്നവർ, തെരുവിൽ ഉറങ്ങുന്നവർ, ഇസ്ലാമിക സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാലോ അതിൽ ഏറ്റവും വലിയ പണക്കാർ എന്ന് പറഞ്ഞാൽ ആ ശഅബ് അബീ ത്വാലിബ് എന്ന കുന്നിൻ ചെരുവ് ഇറങ്ങി വന്ന് അവർ ഈ ആദർശം ഉപേക്ഷിച്ചുകൊണ്ട് അവർ അന്നാട്ടിലെ അന്ധവിശ്വാസികളുടെ കൂടെ കൂടാൻ അവർ തീരുമാനിച്ചാൽ അവർക്ക് സുഭിക്ഷമായി കഴിക്കാനുള്ള തോട്ടങ്ങൾ, കുലച്ചു നിൽക്കുന്ന ഈത്തപ്പന തോട്ടങ്ങൾക്കിടയിലൂടെ നടന്നുപോയിട്ട് ആ പഴുത്തു നിൽക്കുന്ന ഈത്തപ്പഴം കണ്ടുകൊണ്ട് ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ അള്ളാഹു അനുഗ്രഹിച്ച സ്വഹാബത്ത് പ്രവാചകന്റെ കൂടെ അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് അവരൊരുമിച്ച് കൂടുന്നത് പ്രവാചകന്റെ കൂടെ ദാരിദ്ര്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അവരെന്താണ് ആഗ്രഹിച്ചത്? ദാറുസ്സലാം, സ്വർഗമാണ്. ഒരിക്കലും ഒരു സ്വഹാബി പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉഹിബ്ബുക്, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്ത് രസമുണ്ട് വായിക്കാൻ, എന്ത് രസമുണ്ട് കേൾക്കാൻ. അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നീ എന്താണ് ഈ പറയുന്നത്? നീ പറഞ്ഞത് നീ ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പറയില്ലേ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? നിനക്കെന്നെ ഇഷ്ടമാണെന്നോ? അപ്പോൾ സ്വഹാബി പറഞ്ഞു, അതേ റസൂലെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കൂടെ കൂടിയാൽ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകും, പട്ടിണി ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. തീ കനൽ പോലെയുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങാൻ നീ തയ്യാറായിക്കൊള്ളുക. ഒരു മലവെള്ളപ്പാച്ചിൽ ഇറങ്ങി വരുന്നത് പോലെയുള്ള പ്രതിസന്ധികൾ, പ്രകോപനങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടാകും. അതിന് ആദർശപരമായ പ്രതിരോധം തീർക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ എൻ്റെ കൂടെ കൂടിക്കോ എന്നാണ്. അങ്ങനെ സ്വഹാബത്ത് പ്രവാചകന്റെ കൂടെ കൂടാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ ധീരമായ ജൈത്രയാത്ര പ്രവാചകൻ നിർവഹിച്ചു. മദീനയിൽ പോയി ലാ ഇലാഹ ഇല്ലല്ലയുടെ വിജയക്കൊടി നാട്ടി തിരിച്ചു വന്നു പ്രവാചകൻ. മക്കയിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ വിജയക്കൊടി നാട്ടാൻ വേണ്ടിയിട്ട് പ്രവാചകൻ തിരിച്ചു വന്നപ്പോൾ
മക്കയിലെ ശത്രുക്കൾ പറഞ്ഞു മുഹമ്മദ് ഞങ്ങളെ കൊല്ലുമായിരിക്കുമെന്ന്. മുഹമ്മദ് ഞങ്ങളെ കൊല്ലുമായിരിക്കുമെന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് യാതൊരു പ്രയാസവുമില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗമ അൽ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്, നിങ്ങൾക്ക് പോകാം. അന്നാണ് മക്കയിൽ ഇസ്ലാമിക സമൂഹത്തെ എതിർത്ത, ഇസ്ലാമിക സമൂഹത്തെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ആയുധമെടുത്ത, മുഹമ്മദിൻ്റെ മാർഗം സ്വീകരിച്ചവരെ ഇല്ലാതെയാക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത പല ആളുകളും ഇസ്ലാം എന്താണെന്ന് മനസ്സിലായത്. പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗമ അൽ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിൻ്റെ ദിവസമാണ്, നിങ്ങൾക്ക് പോകാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പ്രവാചകൻ്റെ സ്വഹാബത്തിൽ ആളുകൾ എങ്ങനെയാ ജീവിച്ചത്? പ്രവാചകൻ്റെ ഉപദേശം കേൾക്കും അവർ, എന്നിട്ട് അവർ ജീവിതത്തിൽ അത് പകർത്തും. പ്രവാചകൻ്റെ ഉപദേശം കേൾക്കും, അവർ ജീവിതത്തിൽ അത് പകർത്തും. നിങ്ങൾ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കൂ. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിശുദ്ധ ഖുർആൻ്റെ ആയത്ത്, നേരത്തെ വാജിദ് ഇവിടെ സംസാരിച്ചപ്പോൾ ചോദിച്ചില്ലേ, നിങ്ങളെ സ്വാധീനിച്ച വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് ഏതാണെന്ന്? എന്നെ സ്വാധീനിച്ച ചുരുക്കം ചില ആയത്തിൽ ഒന്ന്, പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി. അള്ളാഹുവുമായിട്ട് അവർ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് പലരും ഇവിടെ നിന്ന് പോകുന്നത്. അള്ളാഹുവുമായിട്ട് നമുക്കൊരു കരാറുണ്ട്. എന്താണ് ആ കരാർ? അള്ളാഹുവിൻ്റെ ദീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ആദർശം ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക. അത് ജീവിതത്തിൻ്റെ അവസാനം വരെ ശക്തമായി അക്ഷീണം അടരാടി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനത്തിൻ്റെ വഴിത്താരയിൽ ത്യാഗ സമർപ്പിത ജീവിതം കൊണ്ട് ധന്യമാക്കിയിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സ്വഹാബത്ത് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അവരെന്തെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. അദ്ദേഹം ആ പൊതിയുമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ജാബിറെ നിൻ്റെ കയ്യിലൊരു പൊതി? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇറച്ചി വലിയ ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി വാങ്ങിയതാണ്. എനിക്ക് ഇറച്ചി വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇറച്ചി വാങ്ങിയതാണെന്ന്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാബിറെ, നാളെ പരലോകത്ത് നീ വരുമ്പോൾ അള്ളാഹു നിന്റെ ഇഷ്ടങ്ങളൊക്കെ ഇഹലോകത്ത് വെച്ച് തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നെ മടക്കി വിടും എന്ന് നിനക്ക് ഭയമില്ല ജാബിറേ എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു നിന്റെ ഇഷ്ടങ്ങളൊക്കെ ഇഹലോകത്ത് തന്നെ, നിന്റെ മനസ്സിൻ്റെ ആഗ്രഹം, നിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹമൊക്കെ ഇവിടെ നിന്ന് നടപ്പിലാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പടച്ചവൻ നിന്നെ മടക്കി വിടുമെന്ന് നിനക്ക് ഭയമില്ല ജാബിറേ എന്നാണ്. ഇതാണ് സ്വഹാബത്തിൻ്റെ ത്യാഗം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ത്യാഗം ചെയ്ത എത്രയോ ആളുകൾ. ഇപ്പോൾ ഹുദൈബിയ സന്ധി നടക്കുന്ന സമയം നമുക്കറിയാം, കരാറായി. ഇസ്ലാമിൻ്റെ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ ഫോർമുലയാണ് ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ. യുദ്ധമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളില്ല, സമാധാനത്തിൻ്റെ ഒരു കരാർ. ആ കരാറായ സമയത്ത് ശത്രുപക്ഷത്ത് നിന്ന് ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പ്രവാചകൻ ഇങ്ങനെ നോക്കി, ഒരാളിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം കാണുമ്പോൾ പ്രവാചകൻ അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുറച്ച് അടുത്ത് കണ്ടപ്പോൾ മുഖമൊക്കെ പ്രയാസമുണ്ട്, നെറ്റി പൊട്ടിയിട്ടുണ്ട്, മുഖത്ത് മുറിവേറ്റിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി നോക്കുമ്പോൾ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു വരുന്നത് കാലിൽ മുറിവേറ്റുകൊണ്ടാണ്. ശത്രുക്കൾ ഇസ്ലാമിൻ്റെ ആദർശപാതയിൽ അടിയുറച്ചതുകൊണ്ട് ശത്രുക്കൾ അടിച്ചിട്ട് ഒരു കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വേച്ച് നടക്കാന്ന് പറയും, വേച്ച് നടക്കുക. അങ്ങനെ ഒന്ന് നടന്നു നോക്കണം, അപ്പോൾ അതിൻ്റെ പ്രയാസം മനസ്സിലാവും. ഒരു കാലിന് പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വേച്ച് നടക്കുക? ഒരു കാലിന് സ്വാധീനം ഉണ്ടാവില്ല. അങ്ങനെ വേച്ച് നടന്നു വരികയാണ്. പ്രവാചകൻ നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിൽപ്പെട്ട അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ജന്ദലിനെ പ്രവാചകൻ തോളത്ത് കൈവച്ചു. പ്രവാചകന് വേണമെങ്കിൽ പറയാം, നീ എൻ്റെ കൂടെ പോരേ എന്ന്. നീ എൻ്റെ കൂടെ പോരെ, കരാറിൻ്റെ സമയമാണല്ലോ. പക്ഷെ കരാറായിട്ടുണ്ട്. ഇനി അവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരാളെ സ്വീകരിക്കാൻ കഴിയില്ല. പ്രവാചകൻ പറഞ്ഞു, അബൂ ജന്ദൽ നീ തിരിച്ചു പോകണമെന്ന്. നീ തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ എവിടേക്ക്? ഒരു കാല് മുറിവേറ്റ് വേച്ച് നടന്ന് നെറ്റിയിലും തൻ്റെ മുഖത്തും മുറിവേറ്റുകൊണ്ട് കലങ്ങിയ കണ്ണുമായി വരുന്ന തൻ്റെ ഒരു സ്വഹാബിയോട് പ്രവാചകൻ പറയാണ്, നീ തിരിച്ചു പോകണമെന്ന്. ഇസ്ലാമിൻ്റെ നീതിയാണത്, ഇസ്ലാമിൻ്റെ നീതിയാണ്. നാളെ പരലോകത്ത് ഹർഷിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളെ എണ്ണിപ്പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞല്ലോ, ആർക്കൊക്കെയാണ് നാളെ ഹർഷിൻ്റെ തണലുണ്ടാവുക? ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇമാമുൻ ആദിലുൻ, നീതി നടപ്പിലാക്കിയ ഭരണാധികാരി, എൻ്റെ ഗ്രൂപ്പുകാരൻ, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ പ്രസ്ഥാനക്കാരൻ, അതുകൊണ്ട് അവനോട് എനിക്കൊരു നീതി. അങ്ങനെയല്ല,
ഏതൊരു മനുഷ്യനോടും തുല്യമായ നീതി. ഇന്നല്ലാഹ യഅ്മുറു ബിൽ ആദിലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് ഖുർആൻ എണ്ണി പറയുന്നതിൽ അള്ളാഹു കൽപ്പിക്കുന്ന നന്മയും അള്ളാഹുവിൻ്റെ നീതിയും, അതിൽ ഖിസ്ത്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ നീതി നിങ്ങൾ പാലിക്കണം. പ്രവാചകൻ നീതി പാലിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട അനുചരനെ മടക്കി അയക്കാണ്. അബൂജന്തലിൻ്റെ പ്രതീക്ഷ എന്തായിരിക്കും? ഞാൻ എൻ്റെ നായകനെ കണ്ടുമുട്ടി, എൻ്റെ ഇസ്ലാമിൻ്റെ പ്രവാചകനെ ഞാൻ കണ്ടുമുട്ടി, എനിക്കിനി തിരിച്ചു പോകേണ്ടി വരില്ല, എനിക്കിനി ഇസ്ലാമിൻ്റെ രാജപാതയിൽ എനിക്ക് അടിയുറച്ചു നിൽക്കാം എന്ന് വിചാരിക്കുന്ന അബൂജന്തലിനെ പ്രവാചകൻ തിരിച്ചയക്കാണ്. ഒരാൾ വേദനിച്ചു വരുന്ന ഒരാളെ തിരിച്ചയക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എത്ര പ്രയാസം ഉണ്ടാവും. ഇതാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരെല്ലാം സമൂഹത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം സമർപ്പിക്കുകയാണ്. സ്വഹാബത്തിൽ എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചു വരികയാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് മരക്കഷ്ണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. മരക്കഷ്ണങ്ങൾ. അപ്പോൾ സ്വഹാബത്ത് പോയിട്ട് മരക്കഷ്ണം കൊണ്ടുവന്നു. പ്രവാചകൻ പറഞ്ഞു, അത് നിങ്ങൾ കൂട്ടി വെക്കണമെന്ന്. കൂട്ടി വെക്കുക. അത് കൂട്ടിവെച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇതുപോലെയാണ് നമ്മുടെ തെറ്റുകൾ, ഇതുപോലെയാണ് നമ്മുടെ തെറ്റുകൾ. ഒരു ചെറിയ മരത്തിൻ്റെ കഷ്ണം പോലെ അതിൻ്റെ മുകളിൽ മറ്റൊരു മരക്കഷ്ണം, അതിൻ്റെ മുകളിൽ മറ്റൊരു മരക്കഷ്ണം, അങ്ങനെ തെറ്റുകൾ കൂമ്പാരമായി കൂടി നിൽക്കുന്നുണ്ടോ എന്ന് തൻ്റെ സ്വഹാബത്തിനോട് പ്രവാചകൻ പറയാണ്. എന്നാൽ സ്വഹാബത്തിൻ്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് കേൾക്കേണ്ടതെല്ലാം കേൾക്കും. അവിടെ സ്വബറാണ് അവർക്ക്. സ്വബർ ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി, ഒരാളുടെ മൂല്യം. സ്വബറൻ ജമീല, നീ സുന്ദരമായി ക്ഷമിക്കണമെന്നാണ്. ആ സുന്ദരമായ ക്ഷമ സ്വഹാബത്ത് നമുക്ക് പറഞ്ഞുതരും. അതുകൊണ്ടാണ് ഹൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എനിക്കു ശേഷം ഏറ്റവും നല്ല ഇസ്ലാമിൻ്റെ റൈറ്റസ് ജനറേഷൻ ഓഫ് ഇസ്ലാം, ഏറ്റവും നല്ല ഇസ്ലാമിൻ്റെ ഉത്തമ തലമുറ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ദീനിനെ എങ്ങനെയാണോ കൊണ്ടുപോയത് അത് കണ്ടുകൊണ്ട് ദീൻ പഠിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്ത് എങ്ങനെയാണോ ദീൻ മുറുകെ പിടിച്ചത് അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള നമ്മുടെ താല്പര്യമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രവാചകൻ്റെ സതീർത്ഥ്യർ ജീവിതത്തിൽ മുന്നിൽ കാണിച്ചു തന്നത്. അവരൊരുപാട് ത്യാഗം നിർവഹിച്ചു, പട്ടിണി കിടന്നു. ഒരിക്കൽ പ്രവാചകൻ, ഞാൻ പറഞ്ഞല്ലോ, ഫലസ്തീനിലെ ഒരു കുട്ടി തൻ്റെ വയറ്റിൽ കല്ല് കെട്ടിവെക്കുന്ന ചിത്രം നമ്മളിപ്പോൾ കാണുമ്പോൾ, അങ്ങ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പള്ളിയിലിരിക്കുകയാണ്. പ്രവാചകൻ പള്ളിയിലിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അതുപോലെ തന്നെ പലരും കടന്നു വരികയാണ്. പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്ന്. പ്രവാചകൻ പറഞ്ഞു, എനിക്കും വിശക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ പ്രവാചകൻ എന്ത് ചെയ്തു എന്നറിയോ? പ്രവാചകൻ തൻ്റെ വയറ്റിൽ കെട്ടിവെച്ച കല്ല് കാണിച്ചു കൊടുക്കുകയാണ്. തൻ്റെ വയറ്റിൽ കെട്ടിവെച്ച കല്ല് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളൊന്നും അതിൻ്റെ ഏഴകലത്തുകൂടെ പോയിട്ടില്ല. നമ്മളൊന്നും ആ ത്യാഗം പറയാൻ പോലും നമ്മൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കഴിയില്ല. എന്നാൽ പ്രവാചകൻ അതിങ്ങനെ അനുഭവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവരാലോചിക്കുകയാണ്, നമ്മൾക്ക് എവിടേക്കാ പോകാൻ പറ്റുക? ആരാ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക? പള്ളിയിലിരുന്നിട്ട് അവർ പറഞ്ഞു, നമുക്ക് അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലേക്ക് പോകാം. അബൂ അയ്യൂബുൽ അൻസാരി പ്രവാചകൻ വീട്ടിൽ വരുമെന്ന് വിചാരിച്ചിട്ട് അധിക ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്ന ധനികനായ സ്വഹാബിയാണ്. അങ്ങനെ ഇവർ 3 പേര്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി നേരെ ചെല്ലുകയാണ്. അങ്ങനെ അൻസാരിയുടെ വീട്ടിൽ പോയി. അൻസാരിയുടെ വീട്ടിൽ പോയപ്പോൾ അൻസാരിയുടെ ഭാര്യ വാതിൽ തുറന്നു. ഭാര്യ വാതിൽ തുറന്നപ്പോൾ പ്രവാചകനെ കാണുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമെന്ന് വിചാരിച്ച് ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്ന സ്വഹാബത്തിൻ്റെ സ്നേഹം എത്രയായിരിക്കും. അങ്ങനെ അബൂ അയ്യൂബുൽ അൻസാരിയുടെ ഭാര്യ വാതിൽ തുറന്നപ്പോൾ പ്രവാചകനെ കണ്ടു. അപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി വീട്ടിലില്ല. അബൂ അയ്യൂബുൽ അൻസാരിയുടെ ഭാര്യ നേരെ തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അബൂ അയ്യൂബുൽ അൻസാരിയോട് ഭാര്യ പറഞ്ഞു, പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി ഒരു ഈത്തപ്പഴത്തിൻ്റെ കൊല അത് പറിച്ചെടുത്തിട്ട് പ്രവാചകന് നേരെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പ്രവാചകൻ അതിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിൽ പഴുത്ത ഈത്തപ്പഴമുണ്ട്, പഴുക്കാത്ത ഈത്തപ്പഴമുണ്ട്. പഴുത്ത ഈത്തപ്പഴമുണ്ട്,
പഴുക്കാത്ത ഈത്തപ്പഴമുണ്ട്. പ്രവാചകൻ വന്ന സ്നേഹത്തിൽ പറിച്ചു കൊണ്ടുപോയി കൊടുത്തതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ അവരൊരുമിച്ചിരുന്നിട്ട് ഒരു ഭക്ഷണമുണ്ടാക്കി ആടിനെ അറുത്തു, ചപ്പാത്തി കൊണ്ട് കറി വെച്ചു. പ്രവാചകൻ കുറച്ച് ചപ്പാത്തി എടുത്ത് ഒരു ആടിൻ്റെ തലക്കഷ്ണം ആ ചപ്പാത്തിയിലേക്ക് കറി ഒഴിച്ചു. അത് മടക്കിയിട്ട് അബൂ അയ്യൂബുൽ അൻസാരിയുടെ ഭാര്യയോട് പറഞ്ഞു, ഇതെൻ്റെ മകൾ ഫാത്തിമാക്ക് കൊണ്ടുപോയി കൊടുക്കണം, അവൾ ഇതുപോലെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതെൻ്റെ മകൾ ഫാത്തിമയ്ക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം, അവൾ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്തായിരുന്നു സ്നേഹം എന്ന് പറഞ്ഞാൽ? എന്താണ് സ്നേഹം? എന്ത് ത്യാഗമാണ് പ്രിയപ്പെട്ടവരെ അവർ ഈ ലോകത്ത് സഹിച്ചത്. അവർക്ക് തുല്യം ലോകത്ത് ആരുമില്ല. അവരുടെ ത്യാഗം സഹിച്ച ഒരു സമൂഹം ലോകത്ത് വേറെയില്ല. ദീനിനോട് അവർ കാണിച്ച പ്രതിബദ്ധത, ഫഫിറൂലില്ലാ, അള്ളാഹുവിലേക്കുള്ള മടക്കം, ഖുർആനുമായിട്ടുള്ള സ്വഹാബത്തിൻ്റെ ബന്ധം. നമ്മൾ ഈ സ്വഹാബത്തിൻ്റെ ത്യാഗം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് അവരുടെ പ്രബോധനത്തിൻ്റെ അന്തർധാര, അവർക്ക് ഉള്ളിൽ ആന്തരികമായ ബലം നൽകിയത് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. അവർക്കറിയാം ഈ ഖുർആൻ അള്ളാഹു നമുക്ക് ഇറക്കി തന്നതാണ്, അല്ലേ? പ്രവാചകനൊരു ദിവസം കല്യാണം പറയാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ സുബഹി നമസ്കരിച്ചിട്ട് സ്വഹാബത്ത് ഖുർആൻ ഓതിയിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്ത് സന്തോഷമാണ്, ഞാൻ ഈ ലോകത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല കാഴ്ച അള്ളാഹു ഇറക്കി തന്ന വേദഗ്രന്ഥം, കലാമുൻ മുനസ്സലുൻ ഗൈറു മഹ്ലൂഖ്, ഇതാരും ഉണ്ടാക്കിയതല്ല, അള്ളാഹു നമുക്ക് ഇറക്കി തന്നതാണ്. ഇപ്പം മഴ നമ്മൾ കൊതിക്കുന്നില്ലേ? മഴ നമ്മൾ രാവിലെ ആളുകൾ ഫോൺ എടുത്ത് നോക്കും, ഇപ്പം എത്ര സെൽഷ്യസാണ്, എത്ര ചൂടുണ്ടെന്ന്. മഴയ്ക്ക് വല്ല ചാൻസും ഉണ്ടോ? ഈ ചൂടിനേക്കാൾ എത്രയോ ഇരട്ടി ചൂടിൽ പ്രവാചക സമൂഹം ജീവിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് ജീവിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരുന്നു അവർക്ക് ബലം? അവർക്ക് വെള്ളം എന്ന് പറയുന്നത്, ദാഹം അവരനുഭവിച്ചത്. അള്ളാഹു മഴ നമ്മളിങ്ങനെ മിനിയാന്ന് വയനാട്ടിൽ മഴ പെയ്തു. അപ്പോൾ ആളുകൾ ആലോചിച്ചു, ആ മഴ ഒന്നിങ്ങോട്ട് വന്നിരുന്നെങ്കിൽ. നമ്മുടെ പ്രയാസം അത്രയേ ഉള്ളൂ, ഒരു മഴയെ നമ്മുടെ പ്രയാസമുള്ളൂ. നമ്മുടെ മക്കൾക്ക് അന്നമുണ്ട്, നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രത്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ നല്ല വെന്റിലേഷൻ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. എന്നാലോ സഹാബത്ത് അങ്ങനെയല്ല. ഇപ്പം മഴ അള്ളാഹു നമുക്ക് ഇറക്കിയാൽ, വമിൻ ആയാത്തിഹി അന്നക തറൽ അർള ഹാഷിയതൻ ഫൈദാ അൻസൽനാ അലൈഅൽ മാ ഹതസത് വറബത്, വരണ്ടുണങ്ങിയ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് അള്ളാഹു ആകാശലോകത്ത് നിന്ന് മഴ ഇറക്കിയാൽ ഭൂമി വീണ്ടും സജീവമായി. നമുക്ക് കിട്ടാനുള്ളതൊക്കെ ഭൂമി നമുക്ക് തരും. എന്നാലോ അള്ളാഹു നമുക്കൊരു കാര്യം തടയാൻ തീരുമാനിച്ചാൽ അള്ളാഹു പറയാണ് മഴ വേണ്ട, അവർക്ക് ഉപജീവനം വേണ്ട, അവർ പ്രയാസത്തിൽ നീങ്ങിക്കോട്ടെ എന്ന് അള്ളാഹു വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മറികടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആശയങ്ങളുടെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഭക്ഷണം തരുന്നത് പടച്ചോനല്ലേ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദാഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആഴിയുടെ അഗാധതകളിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങൾക്ക്, ഈ അന്തരീക്ഷത്തിൽ നമ്മൾ കാണാത്ത ചെറിയ ചെറിയ ജീവവർഗങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചുകുഞ്ഞിന്, ഈ ലോകത്ത് ജീവനുള്ള വസ്തുക്കൾക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവം റിസ്ക് എന്ന് പറഞ്ഞാൽ സാലറി എന്ന് മാത്രമല്ല. പല ആളുകളും തെറ്റിദ്ധരിച്ചത് അങ്ങനെയാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന ശമ്പളമാണെന്നാണ്. അത് മാത്രമല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ. റിസ്ക്കിൽ പണമുണ്ട്, റിസ്ക്കിൽ ഭക്ഷണമുണ്ട്, റിസ്ക്കിൽ കുടുംബമുണ്ട്. ഇസ്ലാമിക ഇംഗ്ലീഷ് പരിഭാഷകളിൽ റിസ്ക് എന്ന പദത്തിന് റിസോഴ്സ് എന്നാണ് അവർ അർത്ഥം കൊടുത്തത്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം, നമുക്ക് വായിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റിയ അന്തരീക്ഷം, നമ്മുടെ ശരീരത്തിൻ്റെ ആഫിയത്ത്, ഇതൊക്കെ റിസ്ക്കാണ്. ഇതൊക്കെ നമുക്ക് നൽകുന്നത് അള്ളാഹുവാണ് എന്ന് പ്രിയപ്പെട്ടവരെ സഹാബത്ത് ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഖലീഫ ഉമറിൻ്റെ ചരിത്രം ഗാന്ധി പറഞ്ഞില്ലേ, ആ ചരിത്രമാണ് എന്നെ പ്രചോദിപ്പിച്ചത്. ഇസ്ലാമും ഇതര സമൂഹവും തമ്മിലുള്ള ബന്ധത്തിൽ ഗാന്ധിക്ക് താല്പര്യമുള്ള രണ്ട് ഭരണം, ഒന്ന് ഉമറിൻ്റെ ഭരണം, മറ്റൊന്ന് മുഹമ്മദിൻ്റെ സംസ്കാരം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഒരു ദിവസം ഇറങ്ങാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ ഒരു ഉമ്മർത്തിരിക്കുന്നുണ്ട്. അടുത്ത് ചെന്നപ്പോൾ ആ ഉമ്മ കരയാണ്. ഉമ്മ കരയുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഉമ്മ കരയാന്ന് പറഞ്ഞാൽ അതൊരു കാലഘട്ടത്തിൻ്റെ കണ്ണീരാണ്, ഒരു നാടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ കരച്ചിലാണ്.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ കരയുന്നതെന്ന്. എന്തിനാ കരയുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉള്ളിൽ എൻ്റെ 2 മക്കള്. ആ ഉമ്മയുടെ ചുണ്ട് ഇടറിയിട്ട് ഉമ്മ പറയാണ്, ഉള്ളിൽ എൻ്റെ 2 മക്കള് അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അസ്ലം റളിയല്ലാഹു അൻഹു ഉണ്ട്. അസ്ലം റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞു, ചപ്പാത്തി പരത്താനുള്ള ആ കല്ലും കുറച്ച് പൊടിയും കുറച്ച് നെയ്യും നീ എടുക്ക്. നീ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് സ്വർഗമുണ്ട് എന്നാണ്. രാത്രിയുടെ തണുപ്പിൽ മൂടിപ്പുതച്ച് ഉറങ്ങേണ്ട ഒരു നാടിൻ്റെ ഭരണാധികാരി തൻ്റെ സമൂഹത്തിൻ്റെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടിയിട്ട് നാട്ടിലൂടെ നടക്കുകയാണ്. അങ്ങനെ തിരിച്ചു വന്നു. ഈ ഉമ്മയുടെ അരികിലേക്ക് വന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്ന് ചപ്പാത്തി പരത്തി, അതിൽ നെയ്യ് പുരട്ടി ചപ്പാത്തി പരത്തി നെയ്യിൽ പുരട്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ വെച്ച് കൊടുത്തു. അപ്പം ആ കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ ചിരി വന്നു. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? കരയുന്ന ഒരാളെ ചിരിപ്പിക്കുക, സങ്കടപ്പെടുന്ന ഒരാൾക്ക് ആശ്വാസം കൊടുക്കുക, വയറിൽ ഒന്നുമില്ലാതെ പട്ടിണിയിൽ കിടക്കുന്ന ഒരാൾക്ക് ആശ്വാസം കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചു. അപ്പോൾ ഉമ്മയുടെ കരച്ചിലാണ്. ഉമ്മ ദീനിന് വേണ്ടിയിട്ട് അടിയുറച്ച് നിൽക്കുകയാണ്. ഉമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ത്യാഗ സമരം ചെയ്യാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ കൂടുതൽ ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, ദഅവത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ ശക്തമായി ഇറങ്ങുക. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമുക്ക് എന്തൊക്കെ സമർപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ സമർപ്പിക്കുക. ഇല്ലാ കുത്തിബ ലഹും ബിഹി അമലുൻ സ്വാലിഹ്. ഇത് നിങ്ങളെ പിടിച്ചു കുലുക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ചെയ്യുന്ന ത്യാഗം എത്രയാണെന്ന് നമുക്ക് കണക്ക് കൂട്ടാനേ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ത്യാഗം എത്രയാണെന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റുമോ? നമുക്ക് പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഉമ്മയുടെ ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വയനാട്ടിലേക്ക് ഒരു യാത്ര പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അപ്പം എന്നോട് പറഞ്ഞു, റിഹാസ ഈ വീഡിയോ നീ കാണണം. അപ്പം ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അവിടെ നെറ്റ്വർക്ക് കവറേജ് കുറവാണ്. വാഹനം കുറച്ച് മുന്നോട്ട് പോയി ഞാൻ വാഹനം സൈഡാക്കിയത് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഒരു ഉമ്മയുടെ ചിത്രമാണ്. ഞാൻ അവിടെ ഒരുപാട് ഉമ്മമാരിയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് അത് പ്രത്യേകം പറയുന്നത്. ഒരു ഉമ്മയുടെ ചിത്രമാണിത്. ഒരു ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവരുടെ ഒരു കയ്യിൽ ഹാൻഡ് ബാഗ് ഉണ്ട്, വേറൊരു കയ്യിൽ ഒരു ഫോണുണ്ട്. അങ്ങനെ ഈ ഉമ്മ ഇറങ്ങി വരുമ്പോൾ വളരെ മനോഹരമായ ഒരു യൂറോപ്യൻ ലാൻഡ്സ്കേപ്പിൽ പിടിച്ച നല്ല ഒരു ഡോക്യുമെൻ്ററിയാണിത്. ഉമ്മ ഇറങ്ങി വരുന്നു. മനോഹരമായ മഞ്ഞ നിറത്തിലുള്ളൊരു വീട്. ആ വീടിൻ്റെ മുന്നിൽ മനോഹരമായ ഒരു വഴിയുണ്ട്. 2 ഭാഗത്തും പൂക്കളുള്ള ഒരു മലർവനി, ഒരു പൂന്തോട്ടമുണ്ട്. അങ്ങനെ ആദ്യം ഉമ്മ ഇറങ്ങി വരുന്നത് കാണിക്കുന്നു. രണ്ടാമത്തെ ഷോട്ട് ഈ വഴിയുടെ അറ്റത്ത് ഒരു റോഡാണ്. ആ റോട്ടിൽ ഒരു വാഹനം വന്ന് നിർത്തുകയാണ്. ആ വാഹനത്തിൽ നിന്ന് 2 കുട്ടികൾ ഇറങ്ങി വന്നു. ആ 2 കുട്ടികൾ ഇറങ്ങി വന്നിട്ട് ഉമ്മയുടെ നേർക്ക് ഓടുകയാണ്. അപ്പോൾ മനോഹരമായ കാഴ്ച. ഒരു വാഹനത്തിൽ നിന്ന് മനോഹരമായി കുട്ടികൾ ഇറങ്ങി വന്ന് ഉമ്മയുടെ നേർക്ക് ഓടുന്നു. ഉമ്മയാണെങ്കിൽ ഈ കുട്ടികളെ എങ്ങനെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ശരീരം താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കുട്ടി ഉമ്മയുടെ വലതുഭാഗത്തു കൂടെയും മറ്റൊരു കുട്ടി ഉമ്മയുടെ ഇടതുഭാഗത്തു കൂടെയും ഓടി. എന്നിട്ട് ബാക്കിലുള്ള വേലക്കാരിയെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. വേലക്കാരി 2 കുട്ടികളെ എടുത്തിട്ട് അവരുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ്. ഈ ക്യാമറയുടെ അവസാനത്തെ ഷോട്ട് ഈ ഉമ്മയുടെ മുഖത്തേക്കാണ്. അപ്പോൾ ആ ഉമ്മ അങ്ങനെ കരയാണ്. അങ്ങനെ ഒരു ഉമ്മ നമ്മളാവരുത്. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കവിത ഉണ്ടായിരുന്നു. അമ്മയില്ലാത്തതാണ് ഇന്നത്തെ വീടുകൾ അങ്ങാടി വീടുകൾ എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഭാര്യ എന്നതു മാത്രമല്ല, ആ ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും അറിവുള്ള സ്ത്രീയായിരുന്നു. ഷിഫ എന്ന് പറയുന്ന പെൺകൊടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ആ നാട്ടിൽ വ്യാജ കച്ചവടവും അഴിമതിയും നടത്തുന്ന മനുഷ്യരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉമർ ഉത്തരവാദിത്തമേൽപ്പിച്ച സ്ത്രീയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ദൗത്യമുണ്ട്. അങ്ങനെ ആ ഉമ്മ കരയുന്നത് ഈ ലോകത്തിലെ ഒരുപാട് ഉമ്മമാരുടെ പ്രതീകമാണ്. ഗൾഫിലൊക്കെ പോയാൽ നിങ്ങൾ ഒരു എമിറേറ്റ്സിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവർ നിങ്ങളുടെ പേരെഴുതി തരും. പേരെഴുതുമ്പോൾ അറബിയിലെ ഉമ്മ എന്നല്ല എഴുതുക, അവർ റബ്ബത്തദ്ദാർ എന്നാണ് എഴുതുക. റബ്ബത്തദ്ദാർ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉടമസ്ഥ എന്നാണ്. റബ്ബത്തദ്ദാർ വീടിൻ്റെ ഉടമസ്ഥ. എന്താ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം? വീടിൻ്റെ ഉടമസ്ഥ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഒന്നും കൂടി താഴേക്ക് വന്നാൽ തർബിയത്ത് കൊടുക്കുന്ന ഒരാളാണ് ഉമ്മ.
തർബിയത്ത് എന്ന് പറഞ്ഞാൽ റബ്ബത്തദ്ദാർ എന്ന് പറയുന്ന ഉമ്മ കുട്ടികൾക്ക് തർബിയത്ത് കൊടുത്ത് അവരെ റബ്ബിലേക്ക് അടുപ്പിക്കുന്നവരാണ്. അങ്ങനെ ഉമ്മമാർ ഈ ലോകത്തുണ്ടാവട്ടെ. അതിനുവേണ്ടി ഈ സംഗമം നിങ്ങൾക്ക് വഴിമാറട്ടെ. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ത്യാഗനിർഭരമായ ചരിത്രപാതയിലേക്ക് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വായനയും നിങ്ങളുടെ ഓർമ്മയും നിങ്ങൾ കൊണ്ടുപോവുക. അങ്ങനെ അള്ളാഹുവിലേക്ക് പരിപൂർണമായി സമർപ്പിച്ച് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അള്ളാഹുവേ എനിക്ക് നാളെ സ്വർഗം തരണമേ. വലിമൻ ഹാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, നാളെ സ്വർഗത്തിൽ എനിക്ക് 2 തോട്ടങ്ങൾ, നിന്നെ പേടിച്ചതുകൊണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട്, നിനക്ക് വേണ്ടി സമരമുഖത്ത് ഇറങ്ങിയതുകൊണ്ട് അള്ളാഹു എനിക്ക് കാത്തുവച്ച 2 തോട്ടങ്ങൾ എനിക്ക് സ്വർഗത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വിശ്വാസിയുടെ പ്രബോധനത്തിൻ്റെ വഴിത്താരയിൽ ത്യാഗ സമരം ചെയ്ത് സമർപ്പിത ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.